നമ്മുടെ വീട്ടിൽ ലഭ്യമായിട്ടുള്ള സാധാരണ നാടൻ വളങ്ങളും നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ചില ജൈവസ്ലറി ദ്രാവക വളങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിൽ വളരെ നന്നായിട്ട് ഇതുപോലെ കക്കരി അതായത് കുക്കുംബർ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് കഴിയും. വീട്ടുമുറ്റത്തിൻ്റെ ചുറ്റുമതിലിന് പുറത്ത് കൃഷി ചെയ്ത് മുറ്റത്തിന് മുകളിൽ പ്ലാസ്റ്റിക് നെറ്റ് ഉപയോഗിച്ച് പന്തലിട്ട് അതിലേക്ക് വള്ളി പടർത്തിയാണ് ഞാനിത് ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്തിട്ടുള്ളത്. ഇതുപോലെ അടുക്കളത്തോട്ടത്തിലോ പറമ്പിലോ പാടത്തോ എവിടെ വേണമെങ്കിലും വളരെ നന്നായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഇങ്ങനെ കൃഷി ചെയ്തെടുക്കാം. പ്രമേഹം അഥവാ ഷുഗർ പോലുള്ള അസുഖങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഈ കക്കരി കീടനാശിനി ഉപയോഗിക്കാതെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. തൊടിയിലും പറമ്പിലും നിന്നും മറ്റും കിട്ടുന്ന കരിയിലകളും ചപ്പുചവറുകളും അതുപോലെ നമ്മുടെ അടുക്കളയിൽ നിന്നും ഒഴിവാക്കുന്ന പഴം പച്ചക്കറികളുടെ വേസ്റ്റുകളും മറ്റും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജൈവസ്ലറി ദ്രാവക വളങ്ങളും മറ്റും ഉപയോഗിച്ച് ഒരു 4-5 കുക്കുംബറിൻ്റെ ചെടികൾ പറിച്ചു നട്ട് ഇതെങ്ങനെയാണ് ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന കക്കരിക്ക, കുക്കുംബർ, സലാഡ് വെള്ളരി കൃഷി ചെയ്യാൻ എന്ന വീഡിയോയുടെ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ പോയിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ കക്കരി ഞാൻ ഇവിടെ കൃഷി ചെയ്തതിനെ കുറിച്ചിട്ടുള്ള വിത്ത് മുതൽ വിളവ് വരേക്കുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അത്. ഇങ്ങനെ കൃഷി സംബന്ധമായിട്ടുള്ള എൻ്റെ വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും കൂടി ശ്രമിക്കുക.